എല്ലാവർക്കും മോക്ഷം തീർച്ചയായും ലഭിക്കും. ഇങ്ങനെ ഒരു വാഗ്ദാനമാണ് വേദാന്തത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ സാധ്യത എന്നുള്ളത് അല്പം പോലും നിലനിൽക്കുന്നില്ല. ഉറപ്പായ കാര്യം, ഉറപ്പില്ലാത്ത കാര്യത്തിലാണ് സാധ്യത എന്നുള്ള വാക്ക് പ്രസക്തമായി തീരുന്നത്. നാളെ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പെയ്താലായി, ഇല്ലെങ്കിലില്ല. കാലാവസ്ഥാ പ്രവചനം പോലെയല്ല, ഉറപ്പാണ്. നിശ്ചയമായും മോക്ഷം ലഭിക്കും എന്നാണ് അധ്യാത്മശാസ്ത്രത്തിന് പറയാനുള്ളത്. യന്ന പിത്രാ നവാമാത്രാ നചാപി സുകൃതൈഃ കൃതം ശ്രേയസ്തദ്വഃ പരിജ്ഞാതമിദമാശു കരിഷ്യതി. ഒരച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഏതൊരു മഹാത്മാവോ നിങ്ങൾക്ക് എന്ത് നന്മ അണയ്ക്കാൻ പറ്റുമോ, ഏതൊക്കെ മംഗളങ്ങൾ നൽകാൻ പറ്റുമോ, അതിനേക്കാളുമൊക്കെ ഉയർന്ന ഒരു മംഗളം അധ്യാത്മശാസ്ത്ര പഠനം നിങ്ങൾക്ക് നൽകും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അധ്യാത്മശാസ്ത്രം പഠിച്ചു, പക്ഷേ ആത്മജ്ഞാനം നേടാൻ കഴിഞ്ഞില്ല, മുക്തനായില്ല എന്നൊരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. യത് ന പിത്രാ നവാ മാത്രാ നചാപി സുഹൃതൈഃ കൃതം. ഒരച്ഛന് തൻ്റെ സന്താനങ്ങൾക്ക് നൽകാൻ പറ്റാത്തതും അതുപോലെ ഏതൊരമ്മയ്ക്കും തൻ്റെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതും എത്ര പുണ്യം ചെയ്താലും നേടാൻ പറ്റാത്തതുമായ അത്യുത്കടമായ അല്ലെങ്കിൽ അതിവിശിഷ്ടമായ ഒരു നിലയാണ് ഈ മോക്ഷം. പൂർണ്ണമായ ദുഃഖമോചനം. ആ മോക്ഷത്തെ നൽകാൻ കഴിവുള്ള ഒരു ശാസ്ത്രമാണിത്. അതാണ് ഏറ്റവും വലിയ ശ്രേയസ്. ആ ശ്രേയസ് നിങ്ങൾക്ക് ഉറപ്പായി ലഭിക്കും. ശ്രേയഃ തദ്വഃ പരിജ്ഞാതം. നിങ്ങളിത് തിരിച്ചറിയണം. ഈ ശാസ്ത്രത്തിൻ്റെ മഹത്വം, ഇത് എത്ര കണ്ട് വിലപ്പെട്ടതാണ്. ഇത് മോക്ഷം നൽകുന്ന കാര്യത്തിൽ തനിക്ക് എത്രമാത്രം ഉപകരിക്കും എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞ് ഈ ശാസ്ത്രത്തെ ശരണം പ്രാപിക്കണം. ഇതിനെ വായിക്കണം, വായിച്ച് വിചിന്തനം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മോക്ഷം എന്ന ആ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പരിജ്ഞാതമിദമാശു കരിഷ്യതി. ഈ ശാസ്ത്രം പെട്ടെന്ന് ഫലം നൽകുന്നതാണ്. ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 12 വർഷം, അതായത് ഒരു വ്യാഴവട്ടം, ഒരു വ്യാഴവട്ടക്കാലം ഈ ആത്മതത്വത്തെ നല്ല പോലെ വിചാരം ചെയ്താൽ അയാൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ്. അത്രയും തീവ്രതയോടുകൂടി ഈ അധ്യാത്മശാസ്ത്രത്തെ വായിച്ച് മനനം ചെയ്താൽ 12 കൊല്ലം കൊണ്ട് നേടാവുന്നതേ ഉള്ളൂ ഈ മോക്ഷം. പക്ഷേ അതിനിടയ്ക്ക് പല ഡിസ്ട്രാക്ഷൻസും നമുക്ക് സംഭവിക്കും. നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലുമായി പോവും. കർമ്മങ്ങൾ നമ്മെ പിടിച്ചു വലിക്കും. വാസനകളുടെ പിടിയിൽപ്പെട്ട് നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതരാകും. അതുകൊണ്ടാണ് ജന്മജന്മാന്തരങ്ങളായിട്ടും നമുക്ക് മോക്ഷം ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിഷ്കർഷയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന ഉറപ്പോടുകൂടി അധ്യാത്മശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്ന വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് മോക്ഷം അല്ലെങ്കിൽ ജ്ഞാനം കരഗതമാകും. പിതൃമാത്രാദ്യപേക്ഷയാപി ശാസ്ത്രമേതത് ഹിതകൃത്തമം ഇത്യാഹ. ഒരച്ഛനെയോ അമ്മയെയോ അച്ഛനുമായോ അമ്മയുമായോ താരതമ്യം ചെയ്യുമ്പോൾ പോലും അവരൊക്കെ ഒരു കുട്ടിക്ക് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുമോ, അതിനേക്കാളുമൊക്കെ നന്മ ചെയ്യുന്നതാണ് ഈ അധ്യാത്മശാസ്ത്രം. ഈ അധ്യാത്മശാസ്ത്രം പോലെ നമുക്ക് ഹിതം ചെയ്യുന്നത് വേറൊന്നുമില്ല. അച്ഛനും അമ്മയും കുട്ടികൾക്ക് ഹിതം ചെയ്യുന്നു, പക്ഷെ അതിൽ അവരുടെ സ്വാർത്ഥത കലർന്നിട്ടുണ്ട്. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ
കുട്ടിയെ പഠിക്കാൻ അവർ നിർബന്ധിക്കും. പയ്യന് മെഡിസിന് പോകാനായിരിക്കും താല്പര്യം, എന്ന് പറഞ്ഞാൽ കടയിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കാനെന്നല്ല. MBBS പഠിക്കാനായിരിക്കും കുട്ടിക്ക് ആഗ്രഹം. അത് വേണ്ട, MBBSന് പോകണ്ട, BTech എഞ്ചിനീയറിങ്ങിന് പോയാൽ മതി. ആ കുട്ടിക്കൊരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, അതിന് മുൻതൂക്കം നൽകണ്ടേ? നമ്മുടെ നമ്മുടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണോ ഒരു മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പറയാം, ഉപദേശിച്ച് നോക്കാം, നിനക്ക് ഏതാണോ ഇഷ്ടം നീ അത് പഠിക്കുക, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ പല സ്ഥലങ്ങളിലും നിർബന്ധിച്ച് അച്ഛനമ്മമാർ അവർ പഠിച്ചില്ല. ഇപ്പം അച്ഛന് ഒരു എഞ്ചിനീയർ ആവണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛന് വില്ലേജ് ഓഫീസിലെ ക്ലർക്കായിട്ടാണ് ജോലി കിട്ടിയത്. ഇപ്പോൾ തൻ്റെ പൂർത്തീകരിക്കാത്ത ആ ആഗ്രഹം, അതായത് എഞ്ചിനീയർ ആവണമെന്നുള്ള ആ സഫലമാകാത്ത ആഗ്രഹത്തെ തൻ്റെ കുട്ടികളിലൂടെ സഫലമാക്കി ആ പിതാവ് സന്തോഷിക്കാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് എഞ്ചിനീയർ ആവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ആ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിനെ അവരുടെ തലയിൽ വെച്ച് കെട്ടുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ഒരു അച്ഛനോ അമ്മയ്ക്കോ പോലും ചെയ്യാൻ കഴിയാത്ത അത്രയും ഹിതമാണ് ഈ അധ്യാത്മശാസ്ത്രം മനുഷ്യന് നൽകുന്നത്. വിചാരേണ ശാസ്ത്രം പരിജ്ഞാതം, നല്ലപോലെ വിചാരം ചെയ്ത് ഈ ശാസ്ത്രത്തിൽ എന്താണോ പറയപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആത്മതത്വത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്ന കാര്യമാണ് അധ്യാത്മശാസ്ത്രങ്ങളിലെ പ്രതിപാദ്യം. അങ്ങനെ അറിഞ്ഞ് വേണ്ടവണ്ണം മനസ്സിലാക്കി ഈ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നവർ വിചാരേണ ശാസ്ത്രം പരിജ്ഞാതം സത്, ഈ അധ്യാത്മശാസ്ത്രത്തെ നല്ലപോലെ മനസ്സിലാക്കുന്നവന് താൻ ആത്മാവാണ് എന്ന അറിവ് അചിരേണ ലഭിക്കുന്നതാണ്. പരിജ്ഞാതം പ്രത്യക്ഷം ശ്രേയഃ ഇതിവ. അതുമാത്രമല്ല, അയാൾ ഈ ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവാണ് എന്ന അനുഭവം നേടുന്നു. ഇതിൽ പരം വേറെ എന്ത് വേണം? മറ്റേതോ ലോകങ്ങളിൽ ചെന്ന്, ഊർധ്വലോകങ്ങളിൽ ചെന്ന് നിങ്ങൾ ജ്ഞാനം നേടും എന്നല്ല പറയുന്നത്. ഇവിടെ ഈ ശരീരത്തിൽ കഴിയവേ തന്നെ ഈ അധ്യാത്മശാസ്ത്രത്തെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഞാൻ ബ്രഹ്മമാണ് എന്ന ആ ആത്മജ്ഞാനത്തെ നിങ്ങൾക്ക് നേടാൻ കഴിയും. ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ അധ്യാത്മശാസ്ത്രങ്ങളിൽ അഭിരുചി തോന്നാത്തത്? അവർ അതിനുള്ള ഭാഗ്യം അല്ലെങ്കിൽ പുണ്യം ചെയ്തിട്ടില്ല. അവർക്കതിനുള്ള ഭാഗ്യമില്ല. ഭാഗ്യഹീനന്മാർ, കൃപണന്മാർ എന്നേ പറയേണ്ടൂ. ഭവബന്ധമയീ സാധോ വിഷമേയം വിഷൂചിക ആത്മജ്ഞാനാദ്രതേ ദീർഘ ന കദാചന ശാമ്യതി. മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ഈ മോക്ഷം എന്നുള്ള നില നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ സോറി, മറ്റൊരു മാർഗത്തിലൂടെയും ഈ ആത്മജ്ഞാനം നേടാൻ പറ്റില്ല. അധ്യാത്മശാസ്ത്രം കാണിച്ചു തരുന്ന വ്യക്തമായ ആ പന്ഥാവിലൂടെ മുന്നോട്ട് പോയി വേണം ഈ ആത്മജ്ഞാനത്തെയും അതുകൊണ്ട് സിദ്ധിക്കുന്ന മോക്ഷത്തെയും ഒരു വ്യക്തി പ്രാപിക്കേണ്ടത്. ഭവബന്ധമയീ സാധോ, അല്ലയോ നല്ലവനായ രാമ, ഭവബന്ധത്തെ ഉണ്ടാക്കി തീർക്കുന്നത് അജ്ഞാനമാണ്. അത് വിഷമമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ്, പലതരം ദുഃഖങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഇതൊരു വിഷൂചിക പോലെയാണ്. വിഷൂചിക എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഫോയിഡാണോ കോളറയാണോ? അല്ലേ, വിഷൂചിക കോളറയാണ് എന്ന് പറഞ്ഞാൽ എന്താ? വയറിളക്കം, കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ പോയിക്കൊണ്ടേയിരിക്കും, കോളറ. അതിനെയാണ് വിഷൂചിക എന്ന് പറയുന്നത്. ഈ വിഷൂചിക പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതയുമില്ല. ടോയ്ലറ്റിൽ പോയിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ വീണ്ടും പോകണമെന്ന് തോന്നും. അവസാനം എന്ത് ചെയ്യും? ടോയ്ലറ്റിൻ്റെ
പുറത്ത് തന്നെ ഒരു കട്ടിലിട്ട് അതിൽ കിടക്കും. പെട്ടെന്ന് കതക് തുറന്ന് അകത്തേക്ക് കയറാമല്ലോ. ഭയങ്കരമാണ്. ചില അസുഖങ്ങളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നരകയാതനയേക്കാളും ഭീകരമാണ്. ഉദാഹരണത്തിന് പല്ലുവേദനയും വയറിളക്കവും ചേർന്ന് വന്നാൽ ഇപ്പം അതുപോലെ ഇവിടെ പറയുകയാണ്, വിഷമമാണ് ഈ വിഷൂചിക. വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്, നമ്മെ പലതരം ദുഃഖങ്ങളിൽ ആഴ്ത്തുന്നത്. അങ്ങനെയുള്ള ഒന്നാണ് വിഷൂചിക പോലെയുള്ള ഈ അജ്ഞാനം. ആ അജ്ഞാനം കൊണ്ടാണ് സംസാര ബന്ധം ഉണ്ടാവുന്നത്. ആ അസുഖം മാറാൻ ആത്മജ്ഞാനാദൃതേ, ആത്മജ്ഞാനം അല്ലാതെ ദീർഘ നകദാചന ശാമ്യതി, വളരെ കാലമായി നമ്മെ വിട്ടുപിരിയാതെ നമ്മുടെ ഒപ്പം കൂടി നമ്മെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷൂചിക പോലെയുള്ള സംസാര ബന്ധങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ അജ്ഞാനം ആത്മജ്ഞാനം കൊണ്ടല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ നശിപ്പിക്കപ്പെടില്ല. നിങ്ങൾ എന്തൊക്കെ തക്കിട തരികിട പരിപാടികൾ വേണമെങ്കിലും കാണിച്ചു, അവസാനം സർവം ബ്രഹ്മമയം, എല്ലാം ഈശ്വരമയമാണ് എന്ന ഏകത്വ വിജ്ഞാനത്തിലൂടെ മാത്രമേ പൂർണ്ണമായ ദുഃഖമോചനം നേടാൻ കഴിയൂ. മഹാമോഹമയീ മായാ മിഥ്യൈവാഹമിതി സ്ഥിത ശാസ്ത്രാർത്ഥഭാവനേനാശോ മുച്യതാം പരശോച്യത. മഹാമോഹമയിയാണ് ഈ മായ അല്ലെങ്കിൽ അവിദ്യ. മഹാമോഹം എന്ന് പറഞ്ഞാൽ സാധാരണ മോഹമല്ല, സാധാരണ ഒരു ഭ്രമമോ തെറ്റിദ്ധാരണയോ അല്ല, വലിയ തെറ്റിദ്ധാരണയാണ്, വലിയ മോഹം. അതാണ് ഈ മായ എന്ന് പറയുന്നത്. ആ മായയുടെ ഒരു ചെറിയ അംശമാണ് ജീവന്മാരുടെ ഉള്ളിൽ അവിദ്യയായി കടന്നുകൂടിയിരിക്കുന്നത്. എന്താണ് ആ അവിദ്യ എന്ന് ചോദിച്ചാൽ, മിഥ്യൈവ അഹമിതി സ്ഥിത, ഞാനൊരാളാണ്, ഞാനൊരു വ്യക്തിയാണ്, ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഇതിനെയാണ് ജീവഭാവം എന്ന് പറയുന്നത്. അത് അജ്ഞാനത്തിൽ നിന്ന് പൊന്തുന്നതാണ്. ആ അജ്ഞാനത്തെ വേരോടുകൂടി മുറിക്കാൻ ജ്ഞാനമാകുന്ന വാള് തന്നെ വേണം. മറ്റൊന്നുകൊണ്ടും ഈ അജ്ഞാനം നശിപ്പിക്കപ്പെടില്ല. മിഥ്യൈവ അഹമിതി സ്ഥിത, വെറുതെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ, എനിക്ക്, എൻ്റെ, എന്നെ, എന്നിൽ, ഇങ്ങനെ ഞാനുമായി സംബന്ധപ്പെട്ട കുറേ ചിന്തകൾ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ ആവിർഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് മായയാണ്. ശാസ്ത്രാർത്ഥ ഭാവനേനാശു മുച്യതാം പരശോച്യത. ഈ ഞാൻ എന്ന ഭാവം, ഞാൻ ഭാവം, ജീവഭാവം ഉള്ളിലുള്ളിടത്തോളം കാലം പരമമായ ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങേ അറ്റത്തെ ദുഃഖത്തിന് നിങ്ങൾ പാത്രീഭൂതരാകും. വലിയ വലിയ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പ്രയാസം, സങ്കടം, കഷ്ടം, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. എല്ലാറ്റിനും മൂലകാരണം ഞാനൊരു വ്യക്തിയാണ് എന്ന വിചാരമാണ്. ഞാൻ ആത്മാവാണ് എന്ന അറിവ് നേടൂ, നിങ്ങളുടെ സർവ പ്രശ്നങ്ങളും അതോടുകൂടി തീരും. ഒറ്റമൂലിയാണ്, സർവരോഗ സംഹാരിയാണ്. അനേകം രോഗങ്ങൾക്ക് ഒറ്റ മരുന്ന്. ഇത് അങ്ങനെയുള്ള പൊള്ളയായ പരസ്യമല്ല. വസിഷ്ഠ മഹർഷിയുടെ ഈ പരസ്യം എന്ന് പറയുന്നത്, അധ്യാത്മശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയുന്നതല്ല. ശാസ്ത്രാർത്ഥ ഭാവനേന ആശു, ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെ, ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അധ്യാത്മശാസ്ത്രം, അധ്യാത്മ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി അവയിൽ പറയപ്പെട്ടിട്ടുള്ള ആത്മതത്വത്തെ നിരന്തരം ഭാവന ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മോക്ഷം നേടാൻ പറ്റും. പരശോച്യത, അങ്ങേയറ്റത്തെ ദുഃഖങ്ങൾ നിങ്ങളെ വിട്ട് അകലും. ഏത് വലിയ ദുഃഖമായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഉടനടി മോചനം ലഭിക്കും. അഹമിതി മിഥ്യൈവ സ്ഥിത മഹാമോഹമയീ മായ തത്പ്രയുക്ത പരാശോച്യത ച മുച്യതാം. ഞാൻ എന്നുള്ളത് വെറുതെ നമ്മുടെ ഉള്ളിൽ നിരന്തരം പൊന്തിമറയുന്ന
ഒരു സങ്കല്പമാണ്. അതാണ് മഹാമോഹമെന്ന് പറയുന്നത്. അത് തന്നെയാണ് മായ. ആ മായയാണ് നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. അങ്ങനെയാണ് നമ്മൾ കടുത്ത ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ദുഃഖങ്ങളിൽ നിന്നല്ല ഈ അധ്യാത്മശാസ്ത്ര വിചാരം കൊണ്ട് നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുക്തരായിത്തീരണം. ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ അകമഴിഞ്ഞ ആഗ്രഹം. വെറുതെ പറയുന്നതല്ല. നിങ്ങളൊക്കെ രക്ഷപ്പെടണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഉപനിഷത്തുകൾ ഈ അജ്ഞാനികളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ശൃണ്വന്തു സർവേ അമൃതസ്യ പുത്രാഹ. അമൃതത്വത്തിൻ്റെ അരിമക്കിടാങ്ങളെ, നിങ്ങളിത് കേൾക്കണം. നിങ്ങൾ അമരമായ ആത്മതത്വമാണ്. നിങ്ങൾക്ക് മരണമില്ല. നിങ്ങൾക്ക് ക്ഷീണമോ ക്ഷയമോ ജീർണതയോ ഒന്നുമില്ല. അതൊക്കെ ശരീരത്തിനാണ്. നിങ്ങൾ ശരീരമല്ല, ആത്മാവാണ്. ഈ സൺസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നാണ് ആ അമൃതത്വത്തിൻ്റെ അരിമക്കിടാങ്ങളെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ. ഈ എന്ന് പറഞ്ഞാൽ വൈ, യു എന്ന് പറയുന്നതിനാണ്. അല്ലയോ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളെ, സാധാരണ സന്താനങ്ങളല്ല, അരുമക്കിടാങ്ങൾ. അങ്ങനെയുള്ള അരുമക്കിടാങ്ങളെ, നിങ്ങളിത് കേൾക്കൂ. എല്ലാവരും കേൾക്കൂ. ഈ ആത്മതത്വം എന്നൊന്നുണ്ട്. അതാണ്. അത് നിങ്ങളിൽ നിന്ന് അന്യമായ ഒന്നല്ല. മറ്റെവിടെയോ വേറെ ഏതെങ്കിലും ലോകങ്ങളിൽ ചെന്ന് നേടേണ്ടതല്ല ഈ ആത്മജ്ഞാനം. ഇവിടെ ഈ ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ കഴിയവേ തന്നെ നമുക്ക് ജ്ഞാനം നേടാൻ പറ്റും. അങ്ങനെ പൂർണ്ണമായ ദുഃഖമോചനം സാധ്യമാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ദുഃഖത്തിൽ നിന്ന് മോചനം നേടൂ. യാതമാപാതമധുരം വ്യോമ വ്യോമൈകരൂപിണീം ശൂന്യം വായും ലിഖന്തോന്തർലേലിഹാനായിവാഹയഃ. യാത മാ ആപാതമധുരം വ്യോമ. ആദ്യന്തം നിങ്ങളെ സുഖിപ്പിക്കുന്ന ശൂന്യമായ ആകാശത്തിൽ രമിക്കാതെ ഇരിക്കൂ. ആദ്യന്തം സുഖിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആപാതമധുരം എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് മാത്രം നിങ്ങൾക്ക് സുഖം നൽകുന്നത്, നിങ്ങളെ രസിപ്പിക്കുന്നത്. അതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അവയുടെ പിടിയിൽ പെട്ടുപോകരുത്. ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ പെട്ടുപോകുന്നവൻ സ്വന്തം ജീവിതത്തെ തുലയ്ക്കുന്നവനായിരിക്കും. ആപദാം കഥിത പന്ഥ ഇന്ദ്രിയാണാം അസംയമഃ തജ്ജയശ്രേയസേ പുംസാം യേനേഷ്ടം തേന ഗമ്യതാം. ഇതൊരു സുഭാഷിതമാണ്. ആപദാം കഥിത പന്ഥ ഇന്ദ്രിയാണാം അസംയമഃ. ഇന്ദ്രിയങ്ങളെ അവയുടെ പാട്ടിനെ അഴിച്ചു വിടുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്തെന്തിനെ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് ശരിയായ വഴിയല്ല. അത് നന്മയിലേക്കുള്ള പോക്കല്ല. ഇന്ദ്രിയങ്ങളെ കുറേയൊക്കെ സംയമനം ചെയ്യണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരിക്കുന്നത് ആപത്തിലേക്കുള്ള പോക്കാണ്, നരകത്തിലേക്കുള്ള മാർഗമാണ്. തജ്ജയശ്രേയസേ പുംസാം. ഈ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് പരമമായ ശ്രേയസ്, മോക്ഷം, നിരന്തരമായ ആനന്ദം, നാശമില്ലാത്ത സ്ഥിതി കൈവരിക്കാൻ പറ്റും. രണ്ട് മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ദ്രിയങ്ങളുടെ പുറകെ പോണോ, ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതി ജീവിക്കണോ, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കുറേയൊക്കെ നിയന്ത്രണ വിധേയമാക്കി തത്വവിചാര മാർഗത്തിൽ തിരിച്ചുവിടണോ? ആദ്യത്തേത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും, രണ്ടാമത്തേത് പരമമായ ശ്രേയസ്സിന് കാരണമായിത്തീരും. ഏന ഇഷ്ടം തേന ഗമ്യത. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ മാർഗത്തിലൂടെ നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. സ്വാതന്ത്ര്യം തന്നേക്കാണ്. പക്ഷെ മനസ്സിലാക്കണം, ഈ വഴി തെറ്റായ വഴി, ആ വഴി നല്ല വഴി. ഈ രണ്ട് മാർഗങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. ഇനി ഏത് മാർഗത്തിലൂടെ നിങ്ങൾ മുന്നേറണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടു തന്നിരിക്കുന്നു. അല്ലാതെ നിങ്ങളെ ബലം പ്രയോഗിച്ച് ആത്മീയ മാർഗത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് പ്രയോജനവുമില്ല.
യാതമാപാദമധുരം, ആപാദമധുരം വ്യോമ എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് മാത്രം നമ്മെ രസിപ്പിച്ച് മറഞ്ഞു പോകുന്ന ഈ ഇന്ദ്രിയ സുഖങ്ങൾ എന്ന മാർഗത്തിൽ, ഇന്ദ്രിയ സുഖമാർഗത്തിൽ ഒരിക്കലും നമ്മൾ ചരിക്കരുത്, സഞ്ചരിക്കരുത്. കാരണം ഇത് ശൂന്യമാണ്. ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളും യഥാർത്ഥത്തിൽ ഇല്ല. ഇവിടെ സ്വപ്ന പദാർത്ഥങ്ങൾ പോലെ മായികമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്ന ആ സുഖം യഥാർത്ഥത്തിൽ സുഖമേ അല്ല. മിഥ്യാ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം ആ പദാർത്ഥങ്ങളെപ്പോലെ തന്നെ മിഥ്യയായിരിക്കും. അത് യഥാർത്ഥ സുഖമല്ല, യഥാർത്ഥ ശാന്തിയല്ല. വ്യോമൈക രൂപിണിയും, ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മെ ചതിക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പം കൂടിയിരിക്കുന്ന ഒന്നാണ്. വ്യോമൈക രൂപിണി എന്ന് പറഞ്ഞാൽ ശൂന്യരൂപിണി. ഈ മായ എന്ന് പറയുന്നത് തന്നെ ഇല്ല, പക്ഷേ അവൾ ഇല്ലാത്ത പലതിനെയും ഉള്ളതുപോലെ കാണിക്കും. അങ്ങനെ നമ്മെ ഭ്രമിപ്പിക്കും. അവളുടെ വലയിൽ വീണു പോകരുത്. മഹാമോഹിനിയാണ് ഈ മായ. ബ്രഹ്മശക്തിയാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. അവളുടെ പിടിയിൽ പെടാതെ ശ്രദ്ധിച്ചോളണം. ശൂന്യം വായും ലിഖന്തഃ അന്തർലേലിഹാന ഇവാഹയ. ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ പോകുന്നവർ മനുഷ്യർ, അവർ സർപ്പങ്ങളെപ്പോലെയാണ്. ഈ സർപ്പങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടും. എന്തിനാണെന്നുള്ളത് നമുക്കറിയത്തില്ല. നാക്കിടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നീട്ടും. ഈ പാമ്പിൻ്റെ നാക്ക് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അഗ്രം രണ്ടായി പിരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പാമ്പിനൊരു പേരുണ്ട്, ദ്വിജിഹ്വം. രണ്ട് നാവുള്ളവൻ എന്നാണ് അർത്ഥം. രണ്ട് ജിഹ്വയുള്ളവൻ, ദ്വിജിഹ്വം. എന്തിനാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്കിടുന്നത് എന്ന് ചോദിച്ചാൽ താപനില അറിയാൻ വേണ്ടിയാണ്. നമുക്ക് തോന്നി എന്തോ നക്കിയെടുക്കാനാണ് ഈ നാക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നീട്ടുന്നതെന്ന്. തവള നാക്ക് നീട്ടുന്നത് അതിനല്ല. തവള നാക്ക് നീട്ടുന്നത് പ്രാണികളെ പിടിക്കാനാണ്. അതിൻ്റെ നാവിൽ ഒരുതരം പശ പോലെയുള്ള ഒരു വസ്തുവുണ്ട്. അപ്പോൾ ഇതിന് എല്ലായിടത്തും ചാടി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഒരിടത്ത് നിന്നുകൊണ്ട് ഈ തവളയെപ്പോലെ ഇത്രയും വലിയ വായാടി വേറെ ആരുമില്ല. വായാടി എന്ന് പറഞ്ഞാൽ നാക്കിന് നീളം കൂടുതലുള്ളവനാണ്. നാക്കിങ്ങനെ ചുരുട്ടി ചുരുട്ടിയാണ് അകത്ത് വെച്ചേക്കുന്നത് തവള. ഒരു സ്പ്രിങ് അഴിച്ചു വിടുന്നത് പോലെ നാക്ക്. ഇപ്പോൾ ഇവിടെയാണ് ഒരു തവള ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 2-3 അടി മുമ്പിൽ പറക്കുന്ന ആ പ്രാണിയെ പോലും ഈ നാക്ക് നീട്ടി അവൻ വായ്ക്കകത്താക്കും. ഓരോ ജീവിക്ക് ഓരോ കഴിവ് നൽകിയിരിക്കുന്നു ഭഗവാൻ. എന്തു ചെയ്യാൻ പറ്റും? പക്ഷേ ഇവൻ ഈ പ്രാണിയെ ഭക്ഷിച്ച് അതിനെ വയറ്റിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകെ നിന്നൊരു പാമ്പ് വരും. ആ പാമ്പിൻ്റെ വായിലാവും ഈ തവള. ലക്ഷ്മണോപദേശത്തിൽ പറയുന്നതാണ്, ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ജീവനും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം. ചക്ഷുശ്രവണൻ പാമ്പ്, ദർദുരം തവള. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള നാക്ക് നീട്ടി തൻ്റെ മുന്നിലൂടെ പറന്നു പോകുന്ന ഒരു പ്രാണിയെ എങ്ങനെയാണോ ഭക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ കാലമാകുന്ന കാളസർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യർ അവർ ഇന്ദ്രിയ സുഖങ്ങൾക്കായി കൊതിക്കുന്നു. എത്ര വിഡ്ഢിത്തമാണത്! താൻ നേരം കൊണ്ട് തന്നെ ഈ കാലസർപ്പത്തിൻ്റെ വയറ്റിലാകും. അതിനിടയ്ക്ക് ജീവിതം ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്നവൻ എത്ര കണ്ട് അവിവേകിയാണ് എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പാമ്പിൻ്റെ വായിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ഭോഗങ്ങളിൽ തൃഷ്ണ ദിനം പ്രതി വർദ്ധിക്കുന്നത്. അനുഭവിക്കും തോറും ആളിക്കത്തുന്നു. എന്ത്? കാമം, ആശ. നെയ്യ് കോരി ഒഴിച്ച് ഒരിക്കലും അഗ്നിയെ അണയ്ക്കാൻ പറ്റില്ല. കുറേയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ തനിയെ തൃപ്തി വരും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലും വരില്ല. കാമങ്ങളെ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച്
മനുഷ്യർക്ക് ഒരിക്കലും തൃപ്തി വരില്ല. അനുഭവിക്കും തോറും ആളിക്കത്തുന്നതാണ് ഈ കാമം. അതിനെ നിയന്ത്രിക്കുക, അതിനെ കുറേയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അനുഭവിച്ച് തനിയെ തൃപ്തി വരും. വിഷയഭോഗങ്ങൾ അങ്ങനെയല്ല. അനുഭവിക്കും തോറും ആശ വർദ്ധിക്കും. അവസാനം ശരീരം വയ്യാണ്ടാവും. ഉള്ളിൽ തീർത്താൽ തീരാത്ത ആശ. 85 വയസ്സ് കിഴവൻ കല്യാണത്തിന് ആലോചിക്കുകയാണ്. ഭാര്യ മരിച്ചുപോയി, 15 കൊല്ലമായി. ഈ 15 കൊല്ലം ആശാൻ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 2ാം കെട്ടിന് തയ്യാറാവുകയാണ്. എടോ കിളവ, താൻ ഈ 85 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു ജീവിത പങ്കാളി വേണം. എന്തിന്, ഞാൻ എന്ത് ചെയ്യുന്നു, അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല, എനിക്ക് കെട്ടണം. ഇങ്ങനെ 2ാം കെട്ട് ആലോചിക്കുന്ന വേദപണ്ഡിതന്മാരെ എനിക്കറിയാം. വേദപണ്ഡിതന്മാർ, ഘനപാഠികൾ, ഘനബോഡികളല്ല, ഘനപാഠികൾ, ഘനാന്തം അഭ്യസിച്ച, വേദങ്ങൾ നല്ലപോലെ പഠിച്ച വേദവിത്തുക്കൾ. അവർക്കും ആശ നഷ്ടമായിട്ടില്ല, ഇനിയും വേണം എന്നാണ് തോന്നുന്നത്. അവർ പറയുന്നത് വിധവയായാലും കുഴപ്പമില്ല, ഭർത്താവ് മരിച്ച സ്ത്രീ ആയാലും കുഴപ്പമില്ല, എനിക്ക് ഒരു വിവാഹം കൂടെ വേണം. എന്തിനത്? ഒന്ന് കെട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, വല്ല വിധേനയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്തത് വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിക്കണോ? പക്ഷെ എന്ത് ചെയ്യാം, മനുഷ്യൻ്റെ ഉള്ളിലെ മോഹം അവനെ കൊണ്ട് പലതും ചെയ്യിക്കും. അപ്പോൾ ശൂന്യമായ വായുവിനെ നാക്ക് നീട്ടി നക്കി രസിക്കാൻ ശ്രമിക്കുന്ന പാമ്പുകളെ പോലെയാണ് ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിച്ച് രസിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ. ഇത് കവിയുടെ ഭാവനയാണ്. നാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീട്ടുന്നത് ഈ വായു അല്ലെങ്കിൽ ശൂന്യത, അതിൻ്റെ സ്വാദ് ആസ്വദിക്കാം എന്ന് കരുതിയാണ് ഇടയ്ക്കിടയ്ക്ക് പാമ്പ് നാക്ക് നീട്ടുന്നത് എന്നാണ് ചമത്കാരമായി വസിഷ്ഠ മഹർഷി പറയുന്നത്. അതുപോലെ ആവരുത്. സുഖം അല്പം പോലുമില്ലാത്ത ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ എന്തിനു മോഹിതരാകണം? അതിൽ യഥാർത്ഥ സുഖം ഇല്ല. അവയൊക്കെ നശ്വരങ്ങളാണ്. നശിക്കുന്നതിൽ എന്ത് സുഖമിരിക്കുന്നു? അനശ്വരമായ ആത്മതത്വത്തിലാണ് യഥാർത്ഥ സുഖമുള്ളത്. പക്ഷേ അതിനെ ആരും നേടാൻ ശ്രമിക്കുന്നില്ല, കാരണം വിശ്വാസമില്ല. ഇതാണെങ്കിൽ പെട്ടെന്ന് നേടാൻ പറ്റുമല്ലോ. ഇന്ദ്രിയ സുഖങ്ങൾ, കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. ഈ ആത്മസുഖം അല്ലെങ്കിൽ മോക്ഷസുഖം അതത്ര പെട്ടെന്ന് നേടാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടെന്താ, എളുപ്പമായിട്ടുള്ള കാര്യം ചെയ്ത് അത് നിസ്സാരമായ സുഖമാണെങ്കിലും അത് അനുഭവിക്കാനാണ് മനുഷ്യർക്ക് താത്പര്യം. ആപാദമധുരം വ്യോമ ശൂന്യം ശോച്യത ശൂന്യം വിഷയജാതം ലിഖന്തഃ. അതായത് അല്പനേരത്തേക്ക് മാത്രം നമ്മെ രസിപ്പിച്ചിട്ട് അപ്രത്യക്ഷമാകുന്ന ബാഹ്യ വിഷയങ്ങൾ, അവയൊക്കെ പൊള്ളയായ കാഴ്ചകളാണ്. അതിലൊന്നും അല്പം പോലും കഴമ്പില്ല. അങ്ങനെയുള്ള ഇന്ദ്രിയ ഭോഗപദാർത്ഥങ്ങളിൽ, ഭോഗ്യങ്ങളിൽ, ബാഹ്യ വിഷയങ്ങളിൽ സുഖമുണ്ട് എന്ന് വിചാരിച്ച് ആ സുഖം അനുഭവിക്കാനായി ശ്രമിക്കുന്നവർ ലിഹന്തഃ സന്തഃ, നാക്ക് നീട്ടി സുഖം എവിടെ എന്ന് അന്വേഷിക്കുന്ന പാമ്പുകളെ പോലെയാണ് അവർ. വ്യോമൈക രൂപിണിയും അനന്താം സംസൃതിം. അങ്ങനെ നിങ്ങൾ ഇന്ദ്രിയ ഭോഗങ്ങളുടെ പുറകെ പോയി ശൂന്യസ്വരൂപിണിയായ ഈ സംസാരത്തിൽ അല്ലെങ്കിൽ മായയിൽ പെട്ടുപോകരുത്. നിങ്ങൾ വീണ്ടും ഈ സംസാരത്തിൽ തന്നെ പതിച്ചു പോകരുത്. അനന്താം സംസൃതിം മായാത ലേലിഹാനാഹ ക്ഷുതിതാഹ രസശൂന്യം വായും ലിഹന്തഃ അഹയഃ സർപ്പാഹ ഇവ. അത്യന്തം വിശന്നു വലഞ്ഞവരായി യാതൊരു രസവും രുചിയുമില്ലാത്ത ഈ വായുവിനെ, ശൂന്യസ്വരൂപമായിരിക്കുന്ന കാറ്റിനെ നാക്ക് പുറത്തേക്കിട്ട് ആ വായു ഭക്ഷിച്ച് വയറ് നിറയ്ക്കാം എന്ന് വ്യാമോഹിക്കുന്ന സർപ്പങ്ങളെ പോലെയാവരുത് മനുഷ്യർ.
യഥാർത്ഥ സുഖം ഏതിലാണ് എന്നവർ തിരിച്ചറിയണം. അതിനെ നേടാൻ ശ്രമിക്കണം. അതിനു വേണ്ടി ജീവിതം വിനിയോഗിക്കപ്പെടണം. അതാണ് വേണ്ടത്. യാന്തിവോ ദിവസാ കഷ്ടമവിജ്ഞാതഗമാഗമാഃ വ്യവഹാരേ ഹി തൈരേവ പ്രതിപാലയതാം മൃതിം. നിങ്ങളുടെ ദിവസങ്ങൾ ഓരോന്നും എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അറിവില്ലാതെയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം രാവിലെ നേരം വെളുക്കുന്നു, ഇന്ന് എന്തൊക്കെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക? അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും ശയ്യയിൽ നിന്ന് ഉണരുന്നത്, കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നത്? ഒരിക്കലുമല്ല. ഓരോന്ന് വരും. ഓരോ മാരണങ്ങളെ എവിടുന്നെങ്കിലുമൊക്കെ വരും. ഒരു മെസ്സേജ് വരും, ഇന്നാര് സീരിയസ് ആണ്, സിങ്കിങ്, വല്യച്ഛൻ ഈ സിങ്കിങ്, കൊച്ചച്ഛൻ ഈ സിങ്കിങ്. സിങ്കിങ് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൾസ് വീക്കായി, ഹാർട്ട് ബീറ്റ് നിലയ്ക്കാൻ പോകുന്നു, ബന്ധുക്കളെയെല്ലാം വിവരം അറിയിച്ചോളാൻ ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. അടുത്ത വണ്ടി പിടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ഇപ്പോൾ ഓരോ വാർത്തകൾ, അതുപോലെ ന്യൂസ് ചാനലുകളിൽ ഓരോരോ പുതിയ പുതിയ വാർത്തകൾ, ദുരന്തത്തിൻ്റെ കഥകൾ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതൊന്നും മനുഷ്യരുടെ നിയന്ത്രണത്തിലുള്ളതല്ല. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. യാന്തിവോ ദിവസാഹ, അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. ഓരോ ദിവസവും എന്തെന്ത് സംഭവമാണ് നമ്മെ തേടി എത്തുന്നത്, എനിക്ക് എന്തൊക്കെ സുഖദുഃഖ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാതെ എത്രയോ കൊല്ലമായി നമ്മളിവിടെ ജീവിക്കുന്നു. കഷ്ടം അവിജ്ഞാത ഗമാഗമാഹ, എന്താണ് വരാൻ പോകുന്നത്, എന്താണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, ഇതൊന്നും അറിയാതെ മനുഷ്യർ ജീവിക്കുന്നു. ലാഭമാണ് അവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ സംഭവിക്കുന്നത് മുഴുവൻ നഷ്ടങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥിരതയുമില്ലാത്ത ജീവിതം എന്തിന്? ഈ സുഖദുഃഖങ്ങളിൽ ഭ്രമിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ആശാസ്യമല്ല. വ്യവഹാരേഹി തൈരേവ പ്രതിപാലയതാം മൃതിം. നിങ്ങൾ ജീവിക്കുന്നു എന്ന് കരുതി ദൈനംദിന വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ മരണത്തോടടുക്കുകയാണ് എന്നുള്ള സത്യം കൂടെ തിരിച്ചറിയണം. അനുനിമിഷം നാം മരണത്തിലേക്ക് അടുക്കുകയാണ്. എനിക്ക് വയസ്സാകുന്നു, ഒരു വയസ്സുകൂടെ കൂടി, ഒരു വർഷം കൂടെ എൻ്റെ പ്രായത്തിൽ കൂടി എന്നൊക്കെ നമ്മൾ കരുതുമ്പോഴും നാം മരണത്തോട് കൂടുതൽ അടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപാലയതാം മൃതിം, നിങ്ങൾ മരണത്തെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുക്കലെത്താം. രംഗബോധമില്ലാത്ത കോമാളിയാണ് ഈ മരണം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. രംഗബോധമില്ലാത്ത കോമാളി, ബഫൂൺ. അയാൾക്ക് എപ്പോഴാണ് രംഗപ്രവേശം ചെയ്യേണ്ടത് എന്നറിയില്ല. മകളുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് മുഹൂർത്തത്തിന് സമയമായി, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മകളുടെ കഴുത്തിൽ വരൻ താലി കെട്ടും. അപ്പോഴാണ് ഈ ഹൃദയാഘാതം എന്ന രൂപത്തിൽ മരണം അയാളെ സമീപിക്കുന്നത്. അയാൾ വിചാരിച്ചോ, തൻ്റെ ഈ മകളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട്, പറ്റുമെങ്കിൽ അവളുടെ 2 കുട്ടികളെയും കൂടെ കഴിഞ്ഞിട്ട്, പറ്റുമെങ്കിൽ അവരുടെയും കല്യാണം കഴിഞ്ഞിട്ട്, പറ്റുമെങ്കിൽ അവരുടെ കുട്ടികളെയും കണ്ടിട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നല്ലോ ഈ മഹാൻ. ഈ മരണമെന്ന് പറയുന്നത് അത്ര കണ്ട് അനിശ്ചിതമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ നമ്മെ സമീപിക്കുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവൻ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇതാ അവൻ വരുന്നു. പണ്ടൊക്കെ വരാൻ പോകുന്ന സിനിമയുടെ പോസ്റ്ററുകളല്ല ആ സിനിമാ തിയേറ്ററിൻ്റെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും, ഉടൻ വരുന്നു. എന്നിട്ട് ആ സിനിമയിലുള്ള കുറേ രംഗങ്ങൾ, മിക്കവാറും സ്റ്റണ്ട് രംഗങ്ങളും പ്രേമരംഗങ്ങളുമായിരിക്കും. ഇതൊക്കെ കണ്ട് ആൾക്കാർ നേരത്തെ തന്നെ
പ്ലാൻ ചെയ്യും. ഓ, ഇങ്ങനൊരു പ്രേം നസീറും ജയഭാരതിയും ഈ പടം കാണണം. അപ്പോൾ ഉടൻ വരുന്നു എന്നാണ്. ഉടൻ വരുന്നു എന്ന് നമുക്ക് മരണത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അവൻ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. വരുന്നു എന്നല്ല, അവൻ എവിടുന്നെങ്കിലും കാറ് പിടിച്ചോ ബസ് പിടിച്ചോ ഒന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ, ആ ജനിച്ച ക്ഷണം മുതൽ നമ്മുടെ നിഴൽ പോലെ നമ്മെ മരണം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? മണ്ടന്മാരായതുകൊണ്ട്, പരമവിഡ്ഢികളായതുകൊണ്ട്. എനിക്ക് മരണമില്ല. ഇനി ഒരു 5-6 കൊല്ലത്തേക്ക് എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ടെന്നോ, BP നോർമൽ, ഷുഗർ നോർമൽ, കൊളസ്ട്രോൾ ഇല്ല, പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു, സുഖമായി രാത്രിയിൽ ഉറക്കം കിട്ടുന്നു, എനിക്കൊന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ളവനാണ് ആദ്യം തട്ടിപ്പോകുന്നത്. ആശുപത്രി കിടക്കുന്നവൻ അവിടെ കിടന്ന് നരകിച്ച് 2-3 കൊല്ലം കഴിഞ്ഞേ അവൻ മരിക്കൂ. ഇങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അമ്മിക്കല്ല് പോലെ ഇരിക്കുന്നവൻ, ആട്ടുകല്ലോ അമ്മിക്കല്ലോ പോലെ ഇരിക്കുന്നവനാണ് തീർന്നു. ആരോഗ്യമുള്ളവർ മരിക്കത്തില്ല എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? മരണവും ആരോഗ്യസ്ഥിതിയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അരോഗ ദൃഢഗാത്രന്മാരായവരാണ് ഠേ എന്ന് പറഞ്ഞ് അവരുടെ വെടി തീരുന്നത്. 9 ദ്വാരങ്ങളുള്ള ഒരു ബലൂണിലാണ് നമ്മുടെ ഈ പ്രാണൻ എന്ന് പറയുന്ന കാറ്റ് പുറത്തു പോകാതെ അകത്തും പുറത്തുമായി സഞ്ചരിക്കുന്നത്. അവൻ എപ്പോഴാണ് ഏത് ദ്വാരത്തിലൂടെയാണ് പുറത്തു പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പോണ വഴി അറിയാൻ പറ്റില്ല. നവദ്വാരങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും പ്രാണൻ പുറത്തു കടക്കാം. കണ്ണിലൂടെ പോവാം, ചെവിയിലൂടെ പോവാം, മൂക്കിലൂടെ പോവാം, വായിലൂടെ പോവാം, ജനനേന്ദ്രിയത്തിലൂടെയും പ്രാണൻ പുറത്തു കടക്കാം, മലദ്വാരത്തിലൂടെയും പുറത്ത് കടക്കാൻ പറ്റും. 9 ദ്വാരങ്ങളാണല്ലോ ഭഗവാൻ സൃഷ്ടിച്ച് നമ്മെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചിട്ടുള്ളത്. എന്തിനാണ്? ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ഇവൻ്റെ പ്രാണൻ പോകണം. അതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇവൻ എത്ര ദ്വാരം അടച്ചു പിടിക്കും? നവദ്വാരങ്ങൾ അടച്ചു പിടിച്ചാലും ഏതെങ്കിലും ഒരു ദ്വാരം പൊട്ടിച്ചുകൊണ്ട് അതിലൂടെ പ്രാണൻ പുറത്തേക്ക് കടക്കുക തന്നെ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യത്തെ വിശ്വസിച്ച് നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. ഈ ജീവിതത്തെ ഒരിക്കലും നമ്പാൻ കൊള്ളില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം. അതാണ് പറയുന്നത്, യാന്തിവോ ദിവസാഹ കഷ്ടം അവിജ്ഞാതഗമാഗമാഹ. എന്തൊക്കെയാണ് ഓരോ ദിവസവും നമ്മെ തേടിയെത്തുന്നത്, നമ്മിൽ നിന്നും എന്തൊക്കെയാണ് നഷ്ടമാവുന്നത്, ഇതൊന്നും അറിയാതെയാണ് നാം ഇത്രയും കാലം ജീവിച്ചത്. വ്യവഹാരേഹി തൈരേവ പ്രതിപാലയതാം മൃതിം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഏത് സമയം വേണമെങ്കിലും നിങ്ങളെ മരണം സമീപിക്കാം എന്നുള്ള സത്യം മനസ്സിലാക്കി തയ്യാറായി നിന്നോളൂ. എപ്പോഴും മരിക്കാൻ തയ്യാറാവണം. ജീവിതം എന്നുള്ളത് തന്നെ മരണത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പക്ഷെ നിങ്ങൾ ഈ ആദ്യമൊക്കെ പറയുമ്പോൾ നല്ല രസമായിരുന്നു, ആത്മാവ് നാശമില്ല എന്നൊക്കെ പറഞ്ഞു. ഈ അവസാനം കൊണ്ടുവന്ന് നടയിൽ കലവിട്ടുടയ്ക്കുന്നത് പോലെ മരിച്ചു പോവും, ചത്തുപോവും, മരണത്തിന് നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. ഇങ്ങനെയുള്ള അശുഭകരങ്ങളായ, ഞങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ എന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കേട്ടാലേ അതിൽ താല്പര്യം കൂടത്തുള്ളൂ. അല്ലെങ്കിലേ ഇതിൽ മോഹിച്ചു പോകും. കുട്ടികളും പേരക്കുട്ടികളും അവരുടെ കുട്ടികളുമൊക്കെ ആയിട്ട് ഹായ് ജോളി, നല്ല സന്തോഷം, ഇതല്ലേ ജീവിതം, എന്നെപ്പോലെ ഭാഗ്യവാൻ ആരുണ്ട് എന്നൊക്കെ അഹങ്കരിച്ച് മതിമറന്ന് നമ്മൾ മായയിൽ കുടുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് വസിഷ്ഠ മഹർഷിയുടെ ചില താക്കീതുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില അപായ സൂചനകൾ വസിഷ്ഠ മഹർഷി ഇടയ്ക്കിടയ്ക്ക് തരും. എന്തിനാണ്? മായയിൽ കുടുങ്ങാതിരിക്കാൻ. 31 ശ്ലോകമായി നമുക്ക് ഇന്ന് നിർത്താം. ഈ അധ്യായം ഇപ്പോഴൊന്നും തീരുമെന്ന് ആരും വിചാരിക്കണ്ട.
99 ശ്ലോകമുണ്ട്. 99 ശ്ലോകം. ഒരെണ്ണം കൂടെ എഴുതി ചേർത്തിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷേ 99 ശ്ലോകങ്ങളോടുകൂടി അദ്ദേഹം വാൽമീകി മഹർഷി നിർത്തി. അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച വായിക്കാം.